ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ മോർണിംഗ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാ സെലിബ്രേഷനും കഴിഞ്ഞ് അവസാനം മൺഡേ വരും. പക്ഷേ ഇന്ന് എനിക്കധികം പണികളൊന്നുമില്ല. ഇത് മിക്ക ദിവസവും ഞാൻ പറയുമല്ലേ അധികം പണിയില്ലാന്ന്. ഇപ്പം എന്തായാലും സത്യത്തിൽ എനിക്ക് പണികളൊന്നുമില്ല. കാരണം നമ്മൾ സാറ്റർഡേ വെച്ച ഫുഡ് ഐറ്റംസ് എല്ലാം ഇങ്ങനെ ബാക്കി ഇരിപ്പുണ്ട്. ഇന്നലെ ഫുള്ള് അത് ഓരോന്ന് വീതം ചൂടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇന്നലെ ഇവിടുത്തെ ഈ ബർത്ത്ഡേക്ക് മുമ്പുള്ള പാർട്ടിയും ബർത്ത്ഡേ കഴിഞ്ഞൊരു പാർട്ടിയും ഉണ്ടായിരുന്നു. ക്ഷീണം തീർക്കൽ പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ, അപ്പൻ്റെയും ആലൻ്റെയൊക്കെ വക. അപ്പോൾ അവർ ലഞ്ചൊന്നും ഉച്ചയ്ക്ക് ഇവിടെ നല്ല കഴിച്ചത്. ഇന്നലെയും ഒത്തിരി ചോറൊക്കെ വെച്ചു. കറികളൊക്കെ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മീൻ കറിയും ബീഫ് കറിയും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ സെക്ഷനായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സെക്ഷനൊക്കെ ആയിട്ട് ചൂടാക്കിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് നൈറ്റ് ഞാൻ പറഞ്ഞില്ലേ കടപ്പുറത്താണ് കിടന്നതെന്ന്. അങ്ങനെ കിടന്നിട്ട് പിന്നെ മഴ പൊടിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് കേട്ടോ അകത്തോട്ട് വന്നത്. പിന്നെ ഈ ചില ഫിലിമിലൊക്കെ കാണുന്ന കണക്ക് ഈ കറക്റ്റ് സിറ്റുവേഷൻസിൽ നമുക്ക് ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഡയലോഗ്സൊക്കെ ഓർമ്മ വരത്തില്ലേ, അതുപോലെ ഇങ്ങനെ കടപ്പുറത്ത് കിടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് ക്ലാസ്സിൽ അഭിഷേക് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. കാക്കത്തോപ്പിൽ നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് 2 കള്ളന്മാരെ പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി അവിടെ കിടന്നപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത്, ദൈവമേ, ഈ നിലുവിൻ്റെ ദേഹത്ത് മൊത്തം ഗോൾഡ് കിടക്കുന്നു. വീട്ടിലാണെങ്കിൽ താക്കോലോടെ ഒരുപാട് വണ്ടികൾ വെളിയിലിരിക്കുന്നു. എനിക്ക് ഡോറ് പൂട്ടി ഇവിടെ വന്ന് കിടക്കണമെന്നുണ്ട്, കിടന്നാൽ ഞാൻ ഉറങ്ങിപ്പോവോ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ എന്തായാലും ആ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇത് പിറ്റേന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. രാത്രി അവിടെ കുത്തിയിരുന്ന് ഞാൻ കടപ്പുറത്തിരുന്ന് കാറ്റും കൊണ്ടത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം എടുത്ത് തീർത്തത് വരെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ വീട്ടിലോട്ട് വന്നത്. ഭാഗ്യത്തിന് മഴ പൊടിഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും എണീറ്റു. അങ്ങനെ വന്ന് കിടന്നതാണ്. ആ താഴെ ഇരിക്കുന്ന പാത്രങ്ങൾ പായസവും ചിക്കൻ കറിയും കൊണ്ടുവന്നതാണ്. അതെടുക്കാനായിട്ട് അങ്കിൾ ഇതുവരെ വന്നിട്ടില്ല. വിളിക്കണം, ഇനി വിളിച്ചിട്ട് വേണം വന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട്. പിന്നെ 2 വലിയ കുപ്പി നമ്മൾ അന്ന് ഓയിൽ യൂസ് ചെയ്യാനായിട്ട് തോനെ വേണമല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞു കുപ്പി പോരല്ലോ. അങ്ങനെ എക്സ്ട്രാ കുപ്പിയൊക്കെ കഴുകി ഓയിൽ യൂസ് ചെയ്യാനായിട്ടൊക്കെ എടുത്ത് വെച്ചതാണ്. അതെല്ലാം ഇനി തിരിച്ച് എനിക്കിനി ഷെൽഫിലോട്ട് കയറ്റണം. അടുത്ത ക്രിസ്മസിന് മുമ്പായിട്ട് വീണ്ടും ഇറക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതെല്ലാം അങ്ങോട്ട് ഒതുക്കി പറക്കണം. ഇന്ന് രാവിലെ പഴങ്കഞ്ഞിയാണ് കേട്ടോ. ഞാനിപ്പോൾ പുട്ടുണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനല്ല, ലഞ്ചിനാണ്. പഴങ്കഞ്ഞി അമ്മ ഇന്നലെ രാത്രി തന്നെ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഇവരൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഞാനും അമ്മയും ലില്ലിയമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് സ്ത്രീജനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാഡിയും മമ്മിയൊക്കെ പോയി കേട്ടോ. സൺഡേ ഒരു ഡേ അവർക്ക് എല്ലാവർക്കും ഫ്രീ കിട്ടുന്ന ദിവസം പട്ടീനെയൊക്കെ കുളിപ്പിക്കണം, പിന്നെ ചെടിയൊക്കെ നനയ്ക്കണം, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരില്ലായിരുന്നു. ലില്ലിയമ്മച്ചിയും ഞാനും അമ്മയും പിള്ളേരും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ലഞ്ചിന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ കുറച്ചധികം ചോറ് വെച്ചിരുന്നു ഇവരൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട്. പപ്പയും പപ്പയുടെ ഫ്രണ്ട്സും ആലൻ്റെ ഫ്രണ്ട്സും എല്ലാം ഒരു ടീം തന്നെ കേട്ടോ. 2 പേരുടെയും ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ പക്ഷേ ആരെയും കണ്ടില്ല ഉച്ചയ്ക്ക്. എല്ലാവരും കൂടെ ഡോക്ടർ അങ്കിളും ഗ്ലാഡ്സൺ അങ്കിളും ഇവരെല്ലാവരും കൂടെ എവിടാണ്ടൊക്കെ പോയി ഫുഡൊക്കെ അടിച്ചു. താറാവ് തിന്നെന്നോ പോർക്ക് തിന്നെന്നോ പോത്ത് തിന്നെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. വൈകുന്നേരം ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എല്ലാവരും തിരിച്ചെത്തിയത്. അപ്പോൾ വന്നിട്ട് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇവിടെ ലോണിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്കി ചോറും കറിയൊക്കെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇന്നലെ രാത്രിയും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നലെ ഫുൾ ഡേ ഞാൻ വെറുതെ സോഫയിൽ കിടന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. രാവിലെ തൊട്ടിങ്ങനെ വെറുതെ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഏതെങ്കിലും ഷോർട്ടിന് ഓഡിയോ ആഡ് ചെയ്തിട്ടോ മ്യൂസിക് ഇട്ടിട്ടോ അങ്ങ് പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ രാവിലെ നമ്മുടെ ബർത്ത്ഡേ വീഡിയോയും പോസ്റ്റ് ചെയ്തല്ലോ. താങ്ക്സ് കേട്ടോ, ബർത്ത്ഡേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. വീട്ടിലുണ്ടായിരുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ നല്ല സന്തോഷമായി. ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല, എന്നാലും എൻ്റെ എഫേർട്ടിൻ്റെ മാക്സിമം എടുത്താണ് ഞാൻ ആ ബർത്ത്ഡേ വ്ലോഗ് ചെയ്തത്. കാരണം എൻ്റെ ഫോണിൻ്റെ ഒരു മെമ്മറിയുടെ ഒരു പ്രശ്നം വെച്ചിട്ട് ഞാൻ ഈ രാവിലെ അവർ ലിജോയുടെ വീട്ടിലേക്ക് പോകുന്നത് വരെ ഉള്ളത് ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് അവർ പോയി എനിക്കൊരു ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഈ മീനൊക്കെ പൊരിക്കാനിട്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഇത് എഡിറ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അതായത് റോ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഇതൊരു 2-2.5 മണിക്കൂർ വരും എടുത്ത് വരുമ്പോഴത്തേക്ക്. അങ്ങനെ ചെറുതാക്കി ഓരോ 15 മിനിറ്റിൻ്റെ സെക്ഷൻസ് ആക്കി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നൈറ്റ് ആ സമയം കൂടെ കിട്ടിയതുകൊണ്ട് ഉണർന്നിരുന്നത് കൊണ്ട് ബാക്കിയെല്ലാം കൂടെ സെറ്റാക്കി. എന്തായാലും എൻ്റെ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അത് സാധാരണ എൻ്റെ വീഡിയോസൊക്കെ നെക്സ്റ്റ് ഡേ ആണ് 1K ആവുന്നത്. പക്ഷേ ഇന്നലെ പോസ്റ്റ് ചെയ്ത ബർത്ത്ഡേ വ്ലോഗ് ആ ദിവസം തന്നെ ഞാൻ ഉറങ്ങണതിന് മുമ്പ് തന്നെ അത് 1K ക്രോസ് ചെയ്തു. താങ്ക് യു സോ മച്ച്. പിന്നെ വൈകുന്നേരത്താണെങ്കിൽ പപ്പയും ആലനും ഒക്കെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരിത്തിരി കള്ളും കൊണ്ടുവന്നായിരുന്നു കേട്ടോ കുപ്പിയിൽ. നല്ല സാധനമായിരുന്നു, നല്ല അടിപൊളി സാധനമായിരുന്നു. അങ്ങനെ ഞാനും അത് കുറച്ച് കുടിച്ചിട്ട് പിന്നെ ഞാൻ പിസ്സ 3 എന്ന് പറഞ്ഞിട്ടൊരു ഹൊറർ മൂവി ഇരുന്ന് കണ്ടു ആ ഒരു ധൈര്യത്തിൽ. പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ദിവസങ്ങളും വളരെ മനോഹരമായിട്ട് തോന്നി ഇന്നലെ എനിക്ക്. ഇടയ്ക്കിങ്ങനെ ഒരു മനസാക്ഷി കുത്തുണ്ട്, ഓ ഇന്ന് വീഡിയോ എടുക്കാമായിരുന്നു എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഐ ഡിസേർവ് എ ഡേ ഓഫ് റെസ്റ്റ്. അത്രയും പണിയെടുത്ത് ആ ബർത്ത്ഡേയുടെ അന്ന് ഫുഡൊന്നും ഉണ്ടാക്കാൻ നിന്നില്ലെങ്കിലും
ഈ ക്ലീനിങ്ങും ഒതുക്കിപ്പറക്കലും ഒക്കെ ഞാൻ തന്നെയായിരുന്നു ഇതിൻ്റെ ഇടയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അന്ന് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വ്ളോഗിൽ ഫുള്ള് ഞാൻ നിൽക്കുക. ആകെ കുറച്ച് സമയം ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴെങ്ങാണ്ട് മാത്രമേ ഞാൻ ചെയറിൽ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കാലൊക്കെ നല്ല വേദനയായിരുന്നു. ഉറക്കം എണീറ്റത് ഒരു 12 മണി വരെ കിടന്ന് ഉറങ്ങണം എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും രാവിലെ തന്നെ ഇവരിവിടെ പാട്ടൊക്കെ ഇട്ടിട്ട് ഈ ക്ഷീണം തീർക്കൽ പരിപാടി തുടങ്ങി. അതുകൊണ്ട് എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ അങ്ങ് എണീറ്റ് കഴിഞ്ഞിട്ട് രാവിലെ എന്തുവായിരുന്നു, പുട്ടും ബീഫ് കറി ചൂടാക്കിയതുമായിരുന്നു രാവിലെ. ഉച്ചയ്ക്ക് മീൻ കറി ചൂടാക്കിയതും മീൻ പൊരിച്ചതൊക്കെ ഞാൻ അവനിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ട് ഒരു ബീട്രൂട്ട് തോരനും വെച്ച് ഉച്ചയ്ക്ക് അതായിരുന്നു. രാത്രി ഡിന്നറിന് ചോറ് തന്നെയാണ് എടുത്തത്. കാരണം ഇവർ ഉച്ചയ്ക്ക് ഇവിടുന്ന് ചോറ് കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. രാത്രി പിന്നെ ജയം രവിയുടെ ഒരു മൂവി ഇട്ടിരുന്നു കേട്ടോ. പക്ഷേ അത് എല്ലാം ഇത്തിരി ഓവറായി തോന്നി. ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് ഓവർ ആക്ട് ചെയ്യുന്നത് പോലെ തോന്നിയതുകൊണ്ട് അത് പിന്നെ ഫുള്ളിരുന്ന് കണ്ടില്ല, നിർത്തി വെച്ചു. ഇന്നിപ്പോൾ കുക്കു സാറിന് എന്ത് കൊടുത്തു വിടുന്നതാണ് ഞാൻ രാവിലെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്മയും ഞാനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അവന് പുട്ട് ഏത്തപ്പഴം ഇട്ട് പുഴുങ്ങിയിട്ട് അത് കുഴച്ച് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. കാരണം പഴങ്കഞ്ഞിയാണല്ലോ ഇരിക്കുന്നത്, ചോറ് വെക്കുന്നുമില്ല. ഞാൻ എണീറ്റപ്പോൾ 7:30 ആയി കേട്ടോ. ഞാനിന്ന് ഇത് എന്താ പറയുന്നത്, ഒരു എല്ലാം ഉള്ളതൊക്കെ തീർന്നിട്ട് മതി പുതിയ പ്രിപ്പറേഷൻസ് എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നതാണ്. പക്ഷേ ഒരു പണി പറ്റി. എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഞാൻ ഇത്രയും ചോറ് ബാക്കി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ രാവിലെ ബ്രെഡ് മേടിച്ചിട്ട് ബ്രെഡും ചിക്കൻ കറിയായിട്ട് എടുക്കാം, ഉച്ചയ്ക്ക് പുട്ട് പുഴുങ്ങി വെച്ചാൽ ഉച്ചയ്ക്ക് വന്ന് പുട്ടും ചിക്കൻ കറിയായിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എണീറ്റപ്പോഴാണ് അമ്മ പറയുന്നത്, ഇന്നലെയും ലില്ലിയംസിൻ്റെ വീട്ടിൽ തന്നെയാണ് ചോറ് വെച്ചത്. അമ്മച്ചി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചോറെല്ലാം കൂടെ കൊടുത്തു വിട്ടു, പഴങ്കഞ്ഞിയായിട്ട് എടുക്കുക, ഇന്ന് രാവിലെ എളുപ്പമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ പഴങ്കഞ്ഞിയുണ്ടല്ലോ, അപ്പോൾ പിന്നെ ബ്രെഡ് മേടിച്ചില്ല. പിന്നെ ഉച്ചയ്ക്കത്തേക്ക് പുട്ടാക്കി. പക്ഷേ ഈ ചിക്കൻ കറി ഞാൻ ഫ്രീസറിലാണ് എടുത്ത് വെച്ചിരുന്നത്. ബീഫും മീൻ കറിയും മാത്രമേ താഴ്ത്തി വെച്ചിരുന്നുള്ളൂ. മീൻ കറി ഫ്രിഡ്ജിലോട്ട് ആക്കിയതേ ഇല്ല. ഗ്യാസിൽ വെച്ച് ചൂടാക്കി തന്നെയാണ് ഇന്നലെ ഇന്നും ഒക്കെ എടുക്കുന്നത്. ചിക്കൻ കറി ഞാൻ ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്തെടുത്ത് താഴെ വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനത് മറന്നുപോയി. സംഭവം ഇപ്പോഴും ഫ്രീസറിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ചിക്കൻ കറി ചൂടാക്കിയിട്ട് കുക്കുവിന് പുട്ടിൽ ചിക്കൻ കറി ഇട്ട് കുഴച്ച് കൊടുത്തു വിടാമെന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, ഇനിയിപ്പോൾ അത് ഡീഫ്രോസ്റ്റൊക്കെ ചെയ്തെടുക്കാൻ ഒരു സമയമെടുക്കും. അതുകൊണ്ട് ഏത്തപ്പഴം ഇട്ട് പുഴുങ്ങാമെന്ന് വെച്ചു. ഏത്തപ്പഴം മുട്ടയൊക്കെ നമുക്കിപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും കാണുമല്ലോ, അത് നിങ്ങൾക്കും അറിയാമല്ലോ. ഇത് കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഞാൻ ഇത്തിരി ഉള്ളിമുളക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് ചതച്ചാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് മീൻകറിയൊക്കെ കഞ്ഞിയുടെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് ഇച്ചിരി കറുമുറ ക്രഞ്ചിയായിട്ട് ചവയ്ക്കാൻ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയുള്ളിയാണ് അമ്മ രാവിലെ തൊട്ട് അവിടെ നിന്ന് ഉരിച്ചുകൊണ്ടിരുന്നത്. ആ ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ പീസസായിട്ട് അമ്മ അരിഞ്ഞും തന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കാശ്മീരി മുളക് പൊടിയും ഒരു പുളി, നമ്മൾ പിഴിയുന്ന പുളി ഒരു കയ്യിൽ ഇത്തിരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൈ വെച്ച് നല്ലപോലെ ഉടച്ച് കുഴയ്ക്കുന്നുണ്ട്. കുക്കുവിനോട് രാവിലെ പഴങ്കഞ്ഞി കുടിക്കാൻ പറഞ്ഞ് അവൻ്റെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കണം. അതുകൊണ്ട് കുക്കുവിന് ഞാൻ ചോക്കോസ് കൊടുക്കാമെന്ന് കരുതി. പഴങ്കഞ്ഞി ഇഷ്ടമാണ്, പക്ഷേ ഈ എണീറ്റ് വരുന്നൊരു ചടവിൽ പെട്ടെന്ന് പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് സ്കൂളിലോട്ട് പോകാൻ നടക്കത്തില്ല, അവൻ പെട്ടെന്ന് കഴിക്കത്തില്ല. അപ്പോൾ അവനതുകൊണ്ട് ചോക്കോസും പാലും കൊടുക്കാമെന്ന് കരുതി. പാലമ്മ അപ്പുറത്ത് കാച്ചി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ രാവിലെ തന്നെ വന്നങ്ങ് അടച്ച് വെച്ചത്. തണുക്കാനായിട്ട് അമ്മ തുറന്ന് വെച്ചിരുന്നു. അതാണ് ഞാൻ നേരത്തെ പൂട്ടി വെച്ചത്. അങ്ങനെ നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ റെഡിയായി. ഇതിനിടയിൽ ഞാൻ കുക്കുവിനുള്ള പുട്ടും കൂടെ പുഴുങ്ങിയെടുത്തു കേട്ടോ. ഒരു ചെറിയ ഏത്തപ്പഴം നല്ലപോലെ പഴുത്തത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, അതരിഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തു. ഇനി അതൊന്നുമല്ല, സാധാരണ ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ആ പ്ലേ ക്ലാസ്സിലെ ടിഫിൻ ബോക്സാണ് കൊടുത്തു വിടുന്നത്. പക്ഷേ അന്ന് ഇവിടുന്ന് പോയപ്പോൾ എല്ലാവർക്കും കറികളും ചപ്പാത്തിയും അപ്പമൊക്കെ പാഴ്സൽ ചെയ്തതുകൊണ്ട് ഇവിടുന്ന് ഒത്തിരി ടിഫിൻ ബോക്സ് പോയി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതൊന്നും ഇവിടെ കാണുന്നില്ല. ആർക്കോ പായസമൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫാമിലി ഗ്രൂപ്പിൽ മെസ്സേജ് ഇടണം, പോയിട്ടുള്ള പാത്രങ്ങളൊക്കെ തിരിച്ചു വരണമെങ്കിൽ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഉടനെ തന്നെ പായസം കുടിക്കത്തില്ലല്ലോ. ഇവിടെ വേറെ പല കാര്യങ്ങളൊക്കെയാണല്ലോ കുടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പായസം ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ഓരോ ഗ്ലാസ് നിർബന്ധിച്ച് നെയ്ബേഴ്സിനെയൊക്കെ കുടിപ്പിച്ചിട്ട് പോകുമ്പോഴേക്ക് വീട്ടിലുള്ള എല്ലാവർക്കുമായിട്ട് കുറച്ച് പായസം ഓരോ പാത്രത്തിലാക്കിയും കൊടുത്തു വിട്ടിരുന്നു കേട്ടോ. പിന്നെ കുറേ കണ്ണമോൻ്റെയൊക്കെ കൂട്ടുകാരൻ്റെ കല്യാണം ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് പാർട്ടീസ് വരാണ്ട് പോയി. പക്ഷെ എന്നാലും ഫുഡൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിച്ചിട്ടുണ്ട്. അവന്മാർ രാത്രി കഴിച്ചു. പിന്നെ കുറച്ച് ടീംസ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ടീംസ് മിസ്സായി. അതായത് കണ്ണൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ് അല്ല, എന്നാൽ കുക്കുവിൻ്റെ ഗ്യാങ്ങും അല്ല. ഇതിന് നടുക്ക് നിൽക്കുന്ന കുറച്ച് ആൺകുട്ടികളുണ്ട് ഇവിടെ. അവരും നിലുവിനെ എടുത്തുകൊണ്ട് നടക്കുന്ന പിള്ളേരാണ്. അവരെ ഇന്നലെ വൈകിട്ട് കണ്ടില്ല. അപ്പോൾ ഇന്നലെയല്ല, ബർത്ത്ഡേയുടെ അന്ന് കണ്ടില്ല. അപ്പോൾ അവർക്കുള്ള പായസമൊക്കെ ഇന്നലെയാണ് ഞാൻ ചൂടാക്കി എടുത്ത് വൈകുന്നേരം അമ്മേൻ്റെ അടുത്ത് കൊടുത്തു വിട്ടത്. കുറച്ച് കേക്കും പായസവും മാറ്റി അവർക്ക് വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അവരാ എപ്പോഴും ഈ കുരിശയുടെ സൈഡിലിരിക്കുന്ന ഞാൻ കാണിക്കത്തില്ലേ, അപ്പോൾ കൂടെ ഇരിക്കുന്നതൊക്കെ ആ കുട്ടികളാണ്, ഞാനിപ്പോൾ പറഞ്ഞ ആൾക്കാരാണ്. അങ്ങനെ അവർക്കുള്ളത് ഇന്നലെ വൈകിട്ടാണ് എത്തിച്ചത്. അങ്ങനെ ഇങ്ങനെ എൻ്റെ പാത്രങ്ങളൊക്കെ എല്ലാം ഓട്ടം പോയിരിക്കുകയാണ്, എല്ലാം തിരിച്ചു വരണം.
അവൻ്റെ സ്ഥിരം ലഞ്ച് ബോക്സിൽ വെക്കാനായിട്ട് നമുക്ക് ആ 3 സൈഡ് ഡിഷ് ഒന്നും റെഡി ആയിട്ടില്ല. സൈഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മാത്രമല്ലേ, അതുകൊണ്ട് ഞാനൊരു കുഞ്ഞ് ടിഫിൻ ബോക്സ് എടുത്ത് പപ്പടം ഇട്ട് വെക്കുന്ന പാത്രമാണ് കേട്ടോ. പപ്പടത്തിൻ്റെ പാക്കറ്റ് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് പുട്ടും ഏത്തപ്പഴവും ഒരു ഇത്തിരി പഞ്ചസാരയും കൂട്ടിയിട്ട് ചെറിയ ബോൾസാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സിന് പപ്പ ഇന്നലെയല്ല ബർത്ത്ഡേയുടെ അന്ന് തന്നെ വൈകുന്നേരം ഒരു 10-20 ചോക്ലേറ്റ് കൊണ്ടുവന്നു, ഡയറി മിൽക്ക്. അത് ഇവർ തിന്നാണ്ടിരിക്കാൻ ഞാൻ കുറേ എടുത്ത് ഒളിച്ച് വെച്ചായിരുന്നു. ഒറ്റ ട്രിപ്പിന് ഇരുന്ന് തീർക്കുമെന്നേ. അപ്പോൾ അതിന്ന് ഒരു ഡയറി മിൽക്ക് ഞാൻ എടുത്ത് ഇപ്പോൾ വെക്കുന്നുണ്ട്. ഫ്രീസറിലാണ് ഒരു പാത്രത്തിലാക്കി ഒളിച്ച് വെച്ചിരിക്കുന്നത്, അവൻ്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല സ്നാക്സിന് ഇതാണെന്ന്. ഇന്നിപ്പോൾ ക്ലാസ്സിലെ രാജാവ് ഇയാളാണ് കേട്ടോ. പിന്നെ ഇത് ചേച്ചി ബൂസ്റ്റ് മേടിച്ചപ്പോൾ കിട്ടിയതാണെന്നും പറഞ്ഞ് നിലൂന് വെള്ളം കൊടുക്കാൻ ഉപയോഗിക്കുമെന്നും പറഞ്ഞ് ഇന്നലെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതാകുമ്പോൾ കിറ്റിൻ്റെ അകത്ത് ഇരിക്കുമല്ലോ, അപ്പോൾ സ്കൂളിൽ കളഞ്ഞുകൊണ്ട് വരുന്ന പരിപാടി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അതിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ട് കിറ്റിലേക്ക് എടുത്ത് വെച്ചു. ലഞ്ചൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ദേ കഞ്ഞി കുടിക്കാൻ പോവാണ്. അമ്മ ഇതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ഉപ്പും കാന്താരി മുളകൊക്കെ അരിഞ്ഞിട്ട് കേട്ടോ. രാത്രി ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ അതൊക്കെ വേണം, ഇടയ്ക്ക് ഇത്തിരി ചവയാൻ എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ ഒരു 2-3 കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഒരു കാന്താരി മുളക് പിച്ചിപ്പറിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാന്താരി മുളക് എനിക്ക് സൈഡായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് മേലനും ഇഷ്ടമാണ് കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തിരി കാന്താരി മുളകൊക്കെ ചവച്ച് കുടിക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ, ഞങ്ങളിവിടെ ഇതിന് പുളിമുളക് എന്നാണ് പറയുന്നത്, ഉള്ളി ചമ്മന്തി എന്നൊക്കെ പറയുന്നവരും ഉണ്ടാവാം. പിന്നെ ലില്ലിയമ്മച്ചി വെച്ച മീൻകറി നമ്മളിങ്ങനെ തിളപ്പിച്ച് അതിൻ്റെ ചാറിങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. 2 പീസ് ചൂരയും 2-3 പുളിയും വടക്കം പുളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കു സാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുത്ത് വെക്കുന്നു, ചോക്കോസും. പിന്നെ അതിൻ്റെ അകത്ത് കോൺഫ്ലെക്സും കൂടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു, എന്തെല്ലാം മിക്സായി കിടക്കുക. പിന്നെ പാൽ ഒഴിച്ച് വെച്ചു. ഇനി വേണം മേളിൽ പോയി കുക്കുവിനെ വിളിച്ച് താഴെ കൊണ്ടുവരാനായിട്ട്. നിലു നല്ല ഉറക്കമാണ് കേട്ടോ. എന്നിട്ട് ഇവരുടെ കൂടെ കറങ്ങാനായിട്ട് അവനും ഉണ്ടായിരുന്നു. ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ എണീറ്റിട്ടേ ഇല്ല. ഞങ്ങൾ പോകുന്നവരെ ഇനിയിപ്പോൾ എണീക്കത്തില്ല. ഫ്രീസറിൽ ഇരുന്ന കറി ഞാനെടുത്ത് വെളിയിൽ വെച്ചു. ഇനിയിപ്പോൾ എന്നാലേ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് പുട്ടിനായിട്ട് എനിക്കത് അവനിൽ വെച്ച് ചൂടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് മെൽറ്റ് ആവണമല്ലോ. എന്നിട്ട് ഞാൻ പോയി ഇവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കാനാണ് സുഖം. അമ്മയുമായിട്ട് കഥയും പറഞ്ഞ് ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ കുക്കുവിനെ എണീപ്പിച്ച് പല്ല് തേക്കാൻ നിർത്തിയിട്ടാണ് കേട്ടോ കഞ്ഞി എടുത്തത്. ഇത് ഇന്നലെ തണുപ്പാണെന്നും പറഞ്ഞിട്ട് യൂണിഫോം സോക്സ് ഇട്ട് കിടന്നതാണ്. വേറെ സോക്സ് ഉണ്ട്. അന്നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സോക്സാണ് ഞാൻ ഇടുന്നതെങ്കിൽ എനിക്ക് രാവിലെ അത്ര എളുപ്പമായിരിക്കുമല്ലോ. വാസ്ലിൻ കാലിലിട്ട് സോക്സൊക്കെ ഇട്ടാൽ റെഡിയാക്കി വെച്ചേക്കുന്നത് പൊരിച്ച കാലം മാറാനായിട്ട്. അപ്പോൾ അതങ്ങനെ സോക്കായിട്ടിരിക്കുമല്ലോ. ഇതിനിടയ്ക്ക് ഇന്നലെ പഠിച്ച മലയാളം ഇന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടെസ്റ്റ് പേപ്പർ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഓരോന്നാണ് എൻ്റെ അടുത്ത് വന്ന് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അവൻ ആൻസർ പറയും. എഴുത്തൊക്കെ കണക്കായി, ഇനി എങ്ങനെ ആവുമോ എന്തോ. പിന്നെ മിക്ക ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ഉണ്ട് എഴുതേണ്ട ആൻസറിലെ വാക്കുകൾ. അപ്പോൾ അതൊക്കെ നോക്കി ഒപ്പിക്കാം. അമ്മ പിന്നെ ഓരോ ഡ്രസ്സും എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാര് കൊണ്ടുവന്നതെന്നൊക്കെ. അമ്മയാണ് കേട്ടോ ഈ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നോക്കുന്നത്. ഞാനിതൊക്കെ മറന്നു പോകും. ഇനി അമ്മ എന്നെ ഓർമ്മിപ്പിക്കും, അയ്യോ ഇന്ന ആൾ ഇന്ന ഡ്രസ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു, അപ്പോൾ അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ തന്നിരുന്നു, തിരിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഞാനിതൊക്കെ മറന്നു പോകും. ഷൂ ഇട്ടപ്പോൾ ഷൂവിൻ്റെ അകത്ത് ഏതോ ഡ്രസ്സിൻ്റെ ഒരു ടാഗ് ഒട്ടിയിരിക്കുന്നു. അതാണ് ഞാൻ തിരിച്ച് അവൻ്റെ കാറിലോട്ട് ഒട്ടിച്ച് വെച്ചത്. ഇവിടെ ഉള്ള വണ്ടിയൊന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരെണ്ണം. ഇത് ഇറക്കാനായിട്ട് ഞാൻ അതൊന്ന് നീക്കി കുറച്ച് ഒതുക്കിയൊക്കെ വെച്ചിട്ട് നോക്കിയതാണ്, പക്ഷേ പരിപാടി നടക്കുന്നില്ല. നിലുവിൻ്റെ താർ, അതായത് ആ റെഡ് ജീപ്പിന് ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. നിലുവിൻ്റെ താർ ആ കാണുന്ന പോലൊന്നുമല്ല, അതിന് നല്ല വെയിറ്റ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ കട്ടയും ബോർഡും മുടക്കും. അതിൻ്റെ റിമോട്ട് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാം, പക്ഷേ എനിക്ക് അകത്ത് പോയി റിമോട്ട് എടുത്ത് വന്ന് ഇത്രയും മെനക്കെട്ട് ഇവിടുന്ന് അതിനെ ടേൺ ചെയ്യിക്കണമെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ച ഒരാൾക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് അത് പൊക്കി അങ്ങോട്ട് കാറിനും ബുള്ളറ്റിനും ഇടയിലേക്ക് വെച്ചിട്ട് വണ്ടി എടുക്കുക. ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ ചാവിയും കാണുന്നില്ലായിരുന്നു കേട്ടോ. അത് പിന്നെ അമ്മ അകത്തുനിന്ന് തിരക്കി എടുത്തുകൊണ്ട് വന്നു. ഇന്നലെ ഞാൻ ഒരു ദിവസം റെസ്റ്റ് എടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് വ്ളോഗ് ഇല്ലാത്തത്. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ഇന്നത്തെ ദിവസം ഫുൾ എടുക്കണ്ടേ, അപ്പോൾ ഇത് തീരത്തുമില്ല. ഇന്നലെ എനിക്ക് കുറച്ചൊന്ന് ഉറങ്ങണമായിരുന്നു. വെറുതെ കുറച്ച് നേരം ഇരിക്കാനായിട്ടൊരു കൊതിയായിരുന്നു. അങ്ങനെ എൻ്റെ കൊതിയൊക്കെ തീർന്നു. ഞാൻ ഒരു ദിവസം കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുത്തു. ഇനി ഡെയിലി വീഡിയോസ് ഇടാം കേട്ടോ. ഇതിനിടയിൽ ഒരുപാട് ഷോർട്സായി ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ കുറച്ച് ഷോർട്സ് പോസ്റ്റ് ചെയ്ത് തീർക്കണം. അത് ഞാൻ ഈ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് അതൊരു കമൻറ്റ് വന്നത്. എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പറയത്തില്ലേ സാംസൺ, ഇന്നെന്ന് പറഞ്ഞാൽ മത്ലബ് മൺഡേ, December 2. അപ്പോൾ അതിൻ്റെ ഞാൻ പോസ്റ്റ് ഇട്ടതിന് എന്തോ കമൻറ്റ് വന്നതാണ്. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയിട്ടേ ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് കാണാം. അങ്ങനെ ഇതേ ഒരു 12:30 ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് ലഞ്ച് കഴിക്കാനായിട്ട് വന്നു. ഞാൻ വന്നതിൻ്റെ ഒരു ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അമ്മയും നിലുവും കൂടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിലുവിനെ കിടത്തി ഉറക്കാനായിട്ട് അമ്മ കൊണ്ടുവന്നത്. എൻ്റെ ഈ ഡ്രസ്സിൻ്റെ ബാക്കിൽ പറ്റിയിരിക്കുന്നത് എന്താണെന്ന് എനിക്കും യാതൊരു പിടിയില്ല. ഞാൻ എടുത്ത് നോക്കിയിട്ട് അത് ഇപ്പോൾ പോകുന്നില്ല, ഇനി വാഷ് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ പിള്ളേരും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കണ്ടത്. ഞാൻ അവിടെ ലൈബ്രറിയുടെ
ഷെൽഫിൻ്റെ ഗ്ലാസ്സിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ചോക്ക് പൊടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു യെല്ലോയിഷ് ടിൻ്റുള്ള എന്തോ സംഭവമാണ്, എന്താണെന്ന് യാതൊരു പിടിയില്ല. ഇന്നലെ ഞാൻ വൈകുന്നേരം ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് ഐബ്രോ ഒക്കെ വരയ്ക്കാനായിട്ട് നിന്നപ്പോഴേ ഇവൻ വന്ന് നിന്നിട്ട് എനിക്കും വരയ്ക്കണം വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വരപ്പിച്ചതാണ് ഈ കാണുന്ന കലയൊക്കെ. ഒരു ചിരി കാണിച്ചോ, ഒരു ചിരി കാണിച്ചു കൊടുത്തേ. ഇവിടെ ചിരിച്ചേ, ഇവിടെ ചിരിച്ചു. ഒരു ഉമ്മ കൊടുത്തേ. ഐ ലവ് യു പറഞ്ഞേ. ഉറക്കെ പറ. ആലനും കുക്കുനും ഒന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ പുരുകം വരയ്ക്കുന്നത്. അവൻ സമ്മതിക്കുന്നില്ല, എനിക്ക് ഐബ്രോസ് വരയ്ക്കാൻ എന്നെ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ മടിയിലൊക്കെ കിടത്തി വരച്ചു കൊടുത്തതാണ്. എന്നിട്ട് ആലൻ വന്നപ്പോൾ കറക്റ്റായിട്ട് പോയി പറയുക, മമ്മ വരച്ചതാ, ഇവിടെ ഇരിയടാന്നും പറഞ്ഞ് വരപ്പിച്ചതാന്നൊക്കെ എന്നെ കേൾപ്പിക്കാനായിട്ട്. കുക്കു സാറ് ആലൻ ചാടുന്നതിനേക്കാളും കൂടുതൽ ചാടും ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഞാൻ അവനോട് പറയും, എനിക്കൊരു പെങ്കൊച്ചില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇത്തിരി വരച്ചൊക്കെ കൊടുത്തോട്ടേന്ന്. അപ്പോൾ അവൻ പറയുന്നത് തിരിച്ച്, ഞാൻ പ്രേ ചെയ്തിട്ടാണ് എനിക്കൊരു ബ്രദർ വേണമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ബ്രദറിനെ കിട്ടിയത്. മമ്മിക്ക് ഇനി വരയ്ക്കണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറയാം ഒരു സിസ്റ്ററിനെ തരാനാന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാലോചിക്കും, ഞാൻ കോപ്പർട്ടി ഇട്ടിട്ട് നിൻ്റെ പ്രാർത്ഥനയാണ് കർത്താവ് കേട്ടതെങ്കിൽ ഇനി നീ പ്രാർത്ഥിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഞാൻ രാവിലെ തന്നെ പറഞ്ഞല്ലോ നമ്മുടെ ലഞ്ചിന്ന് പുട്ടാണെന്ന്. ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയില്ല. ക്ഷീണം അങ്ങോട്ട് മാറി കിട്ടുന്നില്ല. തലേന്നും അന്നും പിറ്റേന്നും ഒക്കെ ആയിട്ട് ഒരുപാട് അങ്ങ് കിടന്ന് അർമാദിച്ചേ. പിന്നെ ഈ ചിക്കൻ കറിയൊക്കെ തീരെയും വേണമല്ലോ. വെജിറ്റബിൾ ഉണ്ടാക്കാനായിട്ടും മടിയായിരുന്നു. ചോറ് വെച്ചാൽ പിന്നെ പച്ചക്കറി ഉണ്ടാക്കണം, ഫ്രൈ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ പപ്പടം കാച്ചണം. ഇതാകുമ്പോൾ പുട്ടും കോഴിക്കറി. പിന്നെ രാവിലെ എല്ലാവരും ചോറാണല്ലോ കഴിച്ചത്. ആലനും പഴങ്കഞ്ഞിയാണ് കൊടുത്തത്, ഞങ്ങളും അതെ. അങ്ങനെ ഞാൻ കുറച്ച് കറി മാത്രം, അതാണ് 2 പ്രാവശ്യം അവിടെ ഡിലേ വന്നത്. ഞാൻ ആ കറി എല്ലാം കൂടെ ചൂടാക്കാൻ പോയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞത് എല്ലാം കൂടി ഇപ്പോൾ ചൂടാക്കണ്ടല്ലോ, രാത്രി ബാക്കി ചൂടാക്കിയാൽ പോരെയെന്ന്. അപ്പോഴാണ് ഞാനും അത് ശരിയാണെന്ന് ആലോചിച്ചിട്ട് കുറച്ച് മാത്രം എടുത്ത് ചൂടാക്കി. ഇത് സ്കൂളിൽ നമ്മുടെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരത്തെ മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് മമ്മിയുടെയൊക്കെ കുടുംബ വീട് നിന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. വീട് ഇപ്പോൾ പൊളിച്ച് അവിടെ ക്ലിയർ ചെയ്തതേ ഉള്ളൂ ആലാൻ്റെ. ആലനും ജെൻചേച്ചിക്കും ഒക്കെ ഒരുപാട് മെമ്മറീസ് ഉള്ള അവരുടെ നാന വീടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വൈകിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ വന്നപ്പോഴേ നിലു ഉറക്കത്തിൽ നിന്ന് എണീറ്റു. കറക്റ്റ് ഞാൻ വന്ന് പായിൽ കിടന്നപ്പോഴത്തേക്ക് അവൻ എണീറ്റു. പക്ഷേ ഞാൻ എണീറ്റില്ല, ഞാൻ അവിടെ തന്നെ കിടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് കുക്കുമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയോ സംസാരിച്ച് കളറിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉറക്കത്തിൻ്റെ ഇടയിലൊരു മയക്കത്തിലിങ്ങനെ ഞാൻ കേട്ടതുപോലെ അലപ്പപ്പേനെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് അലൻ 5 കഴിഞ്ഞ് മേളിൽ നല്ല ഉറക്കമായിരുന്നു. രണ്ടും പിന്നെ മേളിലോട്ട് പോയി. പിന്നെ ഞാനൊന്ന് കണ്ണ് തുറന്നപ്പോൾ നോക്കിയപ്പോൾ ഒരാൾ കടയിലോട്ട് പോകുന്നു. അപ്പം ഞാൻ കുക്കു എവിടെ പോകുന്നു വെച്ച് പറഞ്ഞു, ആലപ്പപ്പ പറഞ്ഞ് പഴംപൊരി മേടിച്ചുകൊണ്ട് വരാമെന്ന്. ഇച്ചിരി നേരം ഉറങ്ങിയതിനാണ് ഞാൻ അന്നേരം എണീറ്റ് എന്നെ വിളിച്ചെങ്കിൽ പിന്നെ ഞാനങ്ങ് എണീറ്റിട്ട് പറഞ്ഞു, വേണ്ട മേടിക്കാൻ പോകണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം, ഞാൻ എണീറ്റല്ലോ എന്നും പറഞ്ഞിട്ട് ഉറങ്ങുന്നത് വിളിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കണം വാങ്ങിക്കാൻ പോയത്. അങ്ങനെ ഞാൻ എണീറ്റപ്പോഴത്തേക്ക് ഇല്ല കുഴപ്പമില്ല പോട്ടെ എന്നും പറഞ്ഞ് കുക്കുവിനെ വിട്ടു കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് കട പൂട്ടി കിടന്നു. അങ്ങനെ അവൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു കട പൂട്ടിയെന്നു. അങ്ങനെ ഞാൻ പിന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യവും അബദ്ധം പറ്റി. മുടവങ്ങളിൽ നിന്ന് വാങ്ങിച്ച ഏത്തപ്പഴം വീണ്ടും കല്ല് പോലെ ഇരുന്നു. ഇത് അവിടെ രണ്ടാമത് ഇപ്പോൾ ചെല്ലുമ്പോൾ പറയണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതും മറന്നുപോയി. അന്ന് ആ ബർത്ത്ഡേയുടെ തലേന്ന് സാധനം മേടിക്കാൻ പോയപ്പോഴാണ് ഈ 1 കിലോ ഏത്തപ്പഴം വാങ്ങിച്ചത്. അതേ സെയിം കൊലയിൽ നിന്നാണെന്ന് തോന്നുന്നു വീണ്ടും കിട്ടിയത്. പിന്നെ ഇവിടെ സ്ഥിരം പഴംപൊരി ഉണ്ടാക്കുന്നതുകൊണ്ട് ആ കൊലയിൽ നിന്ന് തന്നെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇടയ്ക്കൊരു പ്രാവശ്യം മാത്രം കൊലക്കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. ഇനി കൊലക്കടയിൽ നിന്ന് മേടിക്കണം. ഇപ്പോൾ ഞാനത് അരിയുമ്പോഴും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, തൊലി ഉരിക്കാനൊക്കെ നല്ല പാട്. ഇനി പഴുക്കാഞ്ഞിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞില്ലേ മേടിച്ചത്, ഞാൻ ഈ അരിയൊക്കെ വെക്കുന്ന ഡബ്ബയ്ക്കകത്ത് ഇട്ട് വെച്ചിരുന്നു പേപ്പറിൽ പൊതിഞ്ഞിട്ട്. എന്നിട്ടും ഒരു രക്ഷയില്ല. കറക്റ്റ് കപ്പ പോലെ ഇരിപ്പുണ്ട് ഏത്തക്കായ. ഞാനിപ്പോൾ ഒരു 2.5 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 എണ്ണം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് സേറമോളും അമ്മും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ ഞാൻ 2.5 ആക്കി. 2.5 ആക്കിയാലും ഈ മറ്റേ കായ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല വലിപ്പമുണ്ട്. അത് മുറിച്ചാലും തന്നെ ഏകദേശം നല്ല വലിപ്പത്തിലുള്ള ഒരു 4-5 ഏത്തപ്പഴമൊക്കെ പഴംപൊരിയൊക്കെ ഒരെണ്ണത്തിൽ തന്നെ ഉണ്ടാക്കാം. അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ എടുത്ത് വെളിയിൽ വെച്ചിരിക്കുന്നത്, നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ബാക്കി വന്ന മാവ്. അപ്പോൾ ഇന്ന് ഡിന്നറിന് അപ്പം ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. നമ്മുടെ ലിലിയമ്മച്ചി ചെയ്ത പാത്രപ്പം, വട്ടയപ്പം, വോട്ടെവർ ഇറ്റ് ഈസ്. അമ്മച്ചി ചെയ്ത പോലൊന്നും വരത്തില്ല എങ്കിലും അമ്മച്ചി കലക്കി വെച്ച മാവല്ലേ, അത് പറഞ്ഞപ്പോഴാണ് ആ മാവിൻ്റെ അപ്പത്തിൻ്റെ റെസിപ്പി ഇടാൻ പറഞ്ഞല്ലോ. പക്ഷേ ആ മാവിൻ്റെ കൂട്ടിലാണ് കേട്ടോ കാര്യങ്ങളിരിക്കുന്നത്. ഞാനത് ലിലിയമ്മച്ചി അടുത്ത് ചോദിക്കാൻ വിട്ടുപോയി.
മാവ് അരയ്ക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ അത് ശരിയാവത്തില്ലടാ, ചുട്ടെടുക്കാനേ പറ്റത്തുള്ളൂ. ഇൻ കേസ് നമ്മൾ അരച്ച് പാത്രപ്പത്തിന് വേണ്ടി അരച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പാളിയെന്ന് കണ്ടാൽ അപ്പം ചുട്ടോളണം. കാരണം എന്തൊക്കെ ചെയ്താലും പിന്നെ അത് നേരെ ആവത്തില്ല. ആ കറക്റ്റ് പ്രൊപ്പോർഷൻസും കാര്യങ്ങളൊക്കെ അത് ലില്ലിയമ്മച്ചിക്കാണെങ്കിൽ അത് കൈപ്പിടിയിലും ആയിരിക്കുന്നത്. ഞാൻ ഈ ഉപ്പെടുക്കുന്ന പോലെ അമ്മച്ചിക്ക് അതിൻ്റെ അളവൊക്കെ. അപ്പോൾ അത് ഞാൻ അമ്മച്ചീനെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എപ്പോഴെങ്കിലും അമ്മച്ചീനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാം. ഞാൻ പറഞ്ഞിനി അത് തെറ്റണ്ട. അപ്പോൾ അത് കേട്ടിട്ട് മനസ്സിലാവുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. എന്തായാലും ഞാൻ തന്നെ ചെയ്ത് നോക്കിയിട്ട് ഇതുവരെയും അമ്മച്ചി ചെയ്യുന്ന പരുവത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടാനും പോകുന്നില്ല. പഴംപൊരിയും ചായയൊക്കെ ഏതാണ്ട് റെഡിയായി. നിലുവിന് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റൊന്നും ഞാൻ തുറന്നു പോലും നോക്കിയില്ല കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേക്ക് നിറയെ വണ്ടികളായിരുന്നു. ബൈക്ക്, സ്കൂട്ടർ, കാറ്, അങ്ങനെ കുറേ സൈക്കിള്, നിറച്ച് വണ്ടികളായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഡ്രസ്സസ്സാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അധികവും. പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ആയിരുന്നു കിട്ടിയത്, ടോയ്സും. ചേച്ചി ബോളും കാറും അങ്ങനെ കുറേ സാധനങ്ങൾ തന്നെ അവരുടെ അപ്പച്ചി എൻ്റെ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊന്നും ഞാൻ തുറക്കാനേ പോയിട്ടില്ല. പിന്നെ കുറേ പാർസൽസിൽ നിന്ന് ഞാൻ ഈ പ്രസൻറ്റേഷൻ പേപ്പർ മാത്രം ഇളക്കി എടുത്ത് വെച്ചു കേട്ടോ. മമ്മീൻ്റെ അടയും കൊണ്ടുവന്ന ഡ്രസ്സ് തുറന്നു. ചേച്ചി ദീപാവലിക്ക് കൊണ്ടുവന്നിരുന്നില്ലേ, അതിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണമാണ് ഞാൻ നിലുവിനെ ഇടിയിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡാഡ വന്നപ്പോഴേ പറഞ്ഞിരുന്നു കേക്ക് കട്ടിങ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കേക്ക് കട്ടിങ്ങിന് അവനെ ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഇടിയിക്കണേന്ന്. അപ്പം 2 പേർക്കും വിഷമം ആകണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടും ഇരുന്നോട്ടേ എന്ന് കരുതിയിട്ട് ചേച്ചി കൊണ്ടുവന്ന ഡ്രസ്സ് ആദ്യം കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിൽ ഇടിയിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ് തീർന്ന ഉടനെ തന്നെ മമ്മീൻ്റെ ഡാഡയും കൊണ്ടുവന്നതിലൊരു ഡ്രസ്സാണ് അവൻ ഇട്ടിരുന്നത്. അവരൊരു 2 ജോഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും ഞാൻ ആ സമയത്ത് നോക്കിയില്ല, എനിക്ക് സമയം കിട്ടിയില്ല. അതിൻ്റെ റാപ്പ് മാത്രം ഞാൻ എല്ലാത്തിൻ്റെയും ഇളക്കി മാറ്റി വെച്ചു. കാരണം ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ താഴെ ചുമ്മാ വെറുതെ ബോക്സിൽ പ്രസൻറ്റേഷൻ കവർ പൊതിഞ്ഞ് വയ്ക്കും, അകത്തൊന്നും കാണത്തില്ല. സാന്റാക്ലോസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുക്കുവിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. പക്ഷേ ഈ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെക്കുന്ന സാധനത്തിലൊന്നും കാണത്തില്ല കേട്ടോ. ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതായിരിക്കും. പിന്നെ കുക്കു ആണെങ്കിൽ എഴുതി വെക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഐഫോണോ പ്രോ മാക്സോ എന്താണ്ടൊക്കെയാണ് എഴുതി വെച്ചിരുന്നത് സാൻ്റെ അടുത്തൊരു റിക്വസ്റ്റ് ആയിട്ട് വേണമെന്നും പറഞ്ഞിട്ട്. സ്പൈഡർമാൻ്റെ ഒരു ഡോള് അലൻ്റെ ഒരു കസിൻ കൊണ്ടുവന്നത് കൊടുത്ത് അങ്ങ് പറ്റിച്ചു. എപ്പോഴത്തെയും പോലെ തന്നെ എൻ്റെ ഉറക്കം കൂടിപ്പോയതുകൊണ്ട് സൺസെറ്റ് നമുക്ക് മിസ്സായി. ഏതാണ്ട് ഇപ്പോൾ സന്ധ്യ മുക്കാലായി. നമ്മുടെ സീനിയർ സിറ്റിസൺസ് ഒന്നും അവിടെ നിന്ന് ഇതുവരെ പോയിട്ടില്ല. ഈ വട്ടത്തിൽ എന്തോ കാണാനാണോ എല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്, കുറച്ചുകൂടെ കഴിയും പോകാനായിട്ട്. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ ബാറ്ററി അതായത് ഈ കാറിൻ്റെ ചാർജിങ് ചെയ്യണം. അത് ഇതുവരെ കൊണ്ടുവന്നിട്ട് ഇതുവരെ അത് ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ഇഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. എന്നാലും പറ്റുന്നത്ര അതിനെ കൊണ്ട് ഓടിക്കാനായിട്ട് റിമോട്ട് കൺട്രോൾ ചെയ്യാനാണ് കേട്ടോ അവർക്കിഷ്ടം. നിലുവിനെ കാറിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് റിമോട്ട് കൺട്രോൾ ചെയ്യണം. കുറച്ച് നേരം സേറമോൾ ചെയ്യും, പിന്നെ കുറച്ച് നേരം അമ്മു ചെയ്യും, പിന്നെ കുറച്ച് നേരം കുക്കു കൺട്രോൾ ചെയ്യും. അങ്ങനെയൊക്കെ. നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനൊന്നും ഇപ്പോൾ തുടങ്ങത്തില്ല കേട്ടോ. കുക്കുവിൻ്റെ എക്സാം തീരുന്നത് വരെ ആ പരിപാടി ഞാൻ ചെയ്യത്തില്ല. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മൂഡ് മൊത്തത്തിൽ മാറും. അവൻ ഒരുപാട് എക്സൈറ്റഡ് ആവും. ഞാനാണെങ്കിൽ ഇച്ചിരി ഇമ്മിണിയൊന്നുമല്ല ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും അങ്ങ് ഡിസംബർ 1-ാം തീയതി 2-ാം തീയതിയൊക്കെ ആകുമ്പോൾ സ്റ്റാർ ഇടും. പക്ഷെ ഞാനങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ചെയ്യുമ്പോൾ അത്ര ഗ്രാൻഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീട് മൊത്തത്തിൽ അങ്ങ് ഞാൻ അലങ്കരിക്കും കേട്ടോ. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് കുക്കുവിന് ആ വൈബ് മാറിപ്പോവും. എക്സാമിൻ്റെ കാര്യവും മറന്നുപോകും. അതുകൊണ്ട് നമ്മളിപ്പോഴതൊന്നും ചെയ്യത്തില്ല. എക്സാം കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ നാളെ രാവിലെ പൂരി ഉണ്ടാക്കാനാണ് എനിക്ക് പ്ലാൻ. അപ്പോൾ കുറച്ച് പൊട്ടാറ്റോ മേടിച്ചതിരിപ്പുണ്ട്. അതൊന്ന് പൊട്ടാറ്റോ മസാല ചെയ്ത് വെക്കണം. വട്ടയപ്പവും ചെയ്യണം രാത്രി ഡിന്നറിന്. നാളത്തെ ലഞ്ചിന് വാട്ട് ഐ പ്ലാൻ ഇസ് ചമ്മന്തി, മുട്ട, തൈര്. കുറച്ച് ലൈറ്റായിട്ട് പോട്ടെ. ഇന്നും ചിക്കൻ, ഇന്നലെയാണെങ്കിൽ ബീഫും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു, മീനും ഉണ്ടായിരുന്നു. ഇനി ഒന്ന് ലൈറ്റായിട്ട് ഒരു ദിവസം പോകണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം എനിക്ക് വലിയ പണികളില്ല. കുറച്ച് ബീട്രൂട്ട് ഫ്രിഡ്ജിൽ നല്ല രീതിക്ക് ഉണങ്ങിയിരുന്നത് ഞാൻ എടുത്ത് കളയണം എന്ന് പറയുന്നത് അമ്മയടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ, ഇത് ചീത്തയായി അമ്മ, ഇതിനിപ്പോൾ എടുത്ത് കളയണമെന്ന്. അത് ചീത്തയായിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് അത് വെള്ളത്തിലേക്ക് ഇട്ട് കുതിർത്തി അമ്മ ബീട്രൂട്ട് എന്താണ്ടൊക്കെ ചിക്കി വെച്ചിട്ടുണ്ട് ഞാൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഞാനതങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി. അമ്മ വിചാരിച്ചത് രാത്രി ഇപ്പോൾ ചോറോ കഞ്ഞിയോ എന്തെങ്കിലും ഞാൻ ആക്കുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ അത് എടുക്കണ്ടല്ലോ. അപ്പോൾ പച്ചക്കറി ഇരിപ്പുണ്ട്, നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ വട്ടയപ്പം എടുത്ത് വെച്ചു. ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ച് രണ്ടാമത്തെ തട്ട് കമഴ്ത്തിയിട്ട് സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യ് തേച്ച് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ സൈഡിലും ഒക്കെ കൂടെ നന്നായിട്ട് നെയ്യ് തേച്ചിട്ട് മാവ് അതിലേക്ക് ഒഴിച്ച് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പൊട്ടറ്റോ അരിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ കറണ്ട് പോയി. പിന്നെ ഞാൻ കറക്റ്റ് ട്യൂബ് ലൈറ്റിൻ്റെ മുന്നിൽ വന്ന് നിഴലടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി നിന്നത്. എൻ്റെ നിഴൽ ചോപ്പിംഗ് ബോർഡിലോട്ട് അടിക്കുന്നു.
അപ്പോൾ കറണ്ട് ഇല്ല ഇപ്പോൾ, നിങ്ങൾക്കത് വിഷ്വലിൽ കണ്ടാൽ മനസ്സിലാവും, ക്ലാരിറ്റിക്ക് ചെറിയൊരു കുറവുണ്ട്. ഇവിടുത്തെ ലൈറ്റ് കൊണ്ടാണ് എനിക്ക് ഈ ഒപ്പോയുടെ ഫോണിൽ എനിക്ക് ഇത്ര ക്ലാരിറ്റി തോന്നിക്കുന്നത് വീഡിയോസിന് കേട്ടോ. ലൈറ്റ് ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇതേ പൊട്ടറ്റോയും സവാളയും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടെ കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ ഗ്യാസിലേക്ക് വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ അടിച്ചെടുക്കാം. ഒരു വിസിൽ മതി വേവാനായിട്ട്. പക്ഷേ കിഴങ്ങ് കറിക്കകത്ത് ഇനിയിപ്പോൾ നമ്മളിതിൽ വേറെ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്പൂൺ വെച്ച് ഉടയ്ക്കുമ്പോൾ അത് കിഴങ്ങൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വരണം. അപ്പോൾ അതിനായിട്ട് അതൊരു 2 വിസിലടിക്കണം. കറണ്ട് ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ. ഇനി അപ്പം നമ്മളിപ്പോൾ ഈ പാത്രത്തിൻ്റെ അകത്തുനിന്ന് തോണ്ടിയാൽ എനിക്ക് അന്ന് സംഭവിച്ച പോലെ ആദ്യത്തെ അപ്പം എടുത്തപ്പോഴത്തേക്ക് മൊത്തം കുളമായി വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആക്രാന്തം കൊണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ ആത്മസംയമനം പാലിച്ച് ആദ്യത്തെ സെറ്റ് കൊണ്ടവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ തട്ട് കത്തിയും കൊണ്ടൊന്ന് പൊക്കി നോക്കിയപ്പോൾ വെള്ളത്തിന് ഇത്തിരി കുറവുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറൊരു പ്ലേറ്റ് എടുത്ത് അതിൽ നെയ്യ് ആവശ്യത്തിന് തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ടാമത്തെ സെറ്റ് പാത്രപ്പം ഞാൻ ഗ്യാസിലോട്ട് വെക്കുകയാണ്. ഒരു 3 എണ്ണം ഉണ്ടാക്കാനാണ് എനിക്ക് പ്ലാൻ. അമ്മയ്ക്കും അലനും എനിക്കും കുക്കൂനും എല്ലാവർക്കുമായിട്ട് 3 എണ്ണം ധാരാളം. പക്ഷേ ആദ്യത്തേത് ചെയ്തപ്പോൾ എനിക്ക് മാവ് ഒഴിക്കുന്നതിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എത്രത്തോളം പൊങ്ങി വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. വൈകുന്നേരം ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഈ മാവെടുത്ത് വെളിയിൽ വെച്ചതുകൊണ്ട് അത് നല്ല രീതിക്ക് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ പൊങ്ങിയിരിക്കുന്നു. മാവിൻ്റെ പാത്രം തന്നെ ഒത്തിരി പൊങ്ങിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇത് നമ്മൾ അപ്പം ചെയ്യാനായിട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ഇനി ഒത്തിരി പൊങ്ങി പോയാലോ എന്ന് കരുതിയിട്ട് അതാണ് ആദ്യത്തെ പ്ലേറ്റിൽ ഒരു ചെറിയ ദോശ പോലെ വന്നിട്ടുള്ളൂ. പക്ഷേ കറക്റ്റാണ്, അത് ഏറ്റവും ടേസ്റ്റ് അതിനായിരുന്നു കേട്ടോ. അത് നല്ലപോലെ കുക്കായതുകൊണ്ടായിരിക്കണം ആവിയിൽ. ആദ്യത്തെ മാവ് ഞാൻ കുറച്ചാണ് ഒഴിച്ചത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ രണ്ടാമത്തെ തട്ടിൽ ഞാൻ കുറച്ചധികം മാവ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കറണ്ട് ഇല്ലല്ലോ, അത് വിട്ടിരുന്നാവട്ടെ. നമുക്ക് അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അൺബോക്സിങ് പരിപാടികളൊക്കെ നടക്കുകയാണ്. നിലുവിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ പോറ്റമ്മ എടുത്ത് നോക്കുവാണ് കേട്ടോ. എന്നിട്ട് നോക്കി എല്ലാം അടുക്കി പെറുക്കി നോട്ടിഫിക്കേഷൻ ആസ് യൂഷ്വൽ എല്ലാം ഞാൻ അതെല്ലാം വലിച്ചു വാരി ഇട്ടിരുന്നത് കേട്ടോ. കാരണം എല്ലാം കൊണ്ടുവന്നൊരു കട്ടിലിൻ്റെ മൂലയ്ക്ക് ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ടിരുന്നു. പോറ്റമ്മ വന്ന പാടെ അതൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്തത്. സേറാമ്മേനെയാണ് കേട്ടോ ഞാനീ പറയുന്നത്. അങ്ങനെ സേറമോൾ അതെല്ലാം മടക്കി ആ ഒരു വലിയൊരു കവറിൻ്റെ അകത്ത് എല്ലാ ഡ്രസ്സുകളും മടക്കി എടുത്തിട്ട് ഞാൻ കിച്ചണിൽ ഈ കിഴങ്ങും കുത്തിക്കൊണ്ട് ഇന്നപ്പോൾ കൊണ്ടുവന്ന് ചോദിച്ചു, കുഞ്ഞാ ചേച്ചി ഇത് ഞാൻ ഇനി എവിടെ വെക്കണം? അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ തൽക്കാലം അയൺ ടേബിളിൻ്റെ മേളിൽ വെക്ക്, ഞാൻ അവിടെ നിന്ന് എടുത്ത് ഷെൽഫിലേക്ക് ആക്കിക്കോളാം. കാരണം ഷെൽഫ് തുറന്നാൽ അവളുടെ തലയിൽ തുണി വന്ന് വീഴും. അമ്മാതിരി ഇരിക്കുകയാണ് ഷെൽഫ്. ബെഡ്ഷീറ്റും തലങ്ങണി കവറും ഒക്കെ പിന്നെ തലങ്ങണിയും ഒക്കെ ഉണ്ട്. അവൻ്റെ ഡ്രസ്സ് ഇരിക്കുന്ന ആ ഒരു ഭിത്തിയലമാരയിൽ നിലുവിൻ്റെ ഡ്രസ്സ് ഇരിക്കുന്ന അതാണല്ലോ ഇപ്പോൾ ഏറ്റവും കുറവ് ഡ്രസ്സ്. അതിലാണ് ഞാൻ ഇടിച്ച് കയറ്റി വെച്ചേക്കുന്നത്. കൊച്ചതെങ്ങാനും തുറന്നു കഴിയുമ്പോൾ അതുള്ളതെല്ലാം കൂടെ താഴെ വീഴും. പിന്നെ അവളുടെ സ്വഭാവത്തിന് അവൾ വേണമെങ്കിൽ അവിടെ ഇരുന്ന് അതെല്ലാം മടക്കാനും തുടങ്ങും. അങ്ങനെ അത് തൽക്കാലം അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ഇവിടെ ചെറുതായിട്ട് വീണ്ടും മഴ തുടങ്ങി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫോണിലിടയ്ക്ക് കോള് വന്നിരുന്നു, ഗ്ലാഡിസിൻ്റെ സേറമോളുടെ അമ്മയുടെ. സേറേനെ അങ്ങ് പറഞ്ഞു വിടണേ കുഞ്ഞെ, ഇനിയിപ്പോൾ മഴ പെയ്താൽ പാടല്ലേ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, സേറമോളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അമ്മവും കൂടെ പോയി കേട്ടോ. അങ്ങനെ രാധമാർ രണ്ടുപേരും പോയി. കൃഷ്ണൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അമ്മ വരുന്നവർ ഇനി ആലം നോക്കിക്കോളും, അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കിഴങ്ങ് റെഡിയായി. കുറച്ച് കിഴങ്ങിൻ്റെ പീസസ് ഞാൻ സ്മാഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലോട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. നോ ഗരം മസാല, നോ ചെന്ന മസാല, നത്തിങ്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കടുകും കുറച്ച് പെരിഞ്ചീരകവും ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ടത്, ചുവന്നുള്ളിയല്ല ഇട്ടത്. വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഈ കാശ്മീരി മുളക് പൊടിയുടെ അസ്കിത എനിക്കുള്ളതുകൊണ്ട് ലേശം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് അത് താളിച്ചിട്ട് ഞാൻ കിഴങ്ങിലേക്കിട്ടു. എന്നിട്ട് കിഴങ്ങേറി ഇതേ അപ്പുറത്തായിട്ട് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലപോലെ അടച്ചിട്ടില്ല. ഇത് തണുത്തിട്ട് വേണം എനിക്ക് ഫ്രിഡ്ജിലേക്ക് ആക്കാനായിട്ട്. ഞങ്ങൾ ഡിന്നർ കഴിക്കുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് തണുക്കും. അപ്പോൾ ആ ചിക്കൻ കറിയുടെ ബൗൾ വെളിയിലോട്ട് എടുത്താൽ എനിക്കിത് തിരിച്ച് അതിൻ്റെ അകത്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. ഫ്രിഡ്ജിലെ സ്ഥലവും നല്ല രീതിയിൽ ഒഴിഞ്ഞു വരുന്നുണ്ട്. ഇന്നലെയും ബാക്കി ഉണ്ടായിരുന്ന പായസമൊക്കെ ചൂടാക്കി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തീർത്തിരുന്നു. അങ്ങനെ അതേ മൂന്നാമത്തെ തട്ട് അപ്പത്തിൻ്റെ ഇത് ഞാൻ വെക്കുവാണ്. വേറൊരു പ്ലേറ്റ് എടുത്തു കേട്ടോ. ആദ്യത്തേത് തിരിച്ച് ഇപ്പം എടുക്കാനുള്ള സമയമില്ല. അത് ഇച്ചിരി സമാധാനത്തോടെ എടുക്കണം, അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞാണ് ഇളകിയൊക്കെ പോരും.
അപ്പോൾ അത് രണ്ടും തണുക്കാൻ നല്ലപോലെ തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്തൊരു തട്ടും കൂടെ എടുത്ത്, ഞങ്ങൾക്കിവിടെ 3 പാത്രമുണ്ട്. സ്റ്റീൽ പാത്രം ഇങ്ങനത്തേത് 3 ഉണ്ട്, 3 സൈസിൽ. ഒന്ന് ഏറ്റവും വലുത്, ഒന്ന് അതിൻ്റെ ചെറുത്, ഒന്ന് അതിലും ചെറുത്. ഞങ്ങൾ 3 പേരും കഞ്ഞി കുടിക്കുന്ന പാത്രം, ചൂട് കഞ്ഞിയും പഴം കഞ്ഞിയൊക്കെ കുടിക്കുന്ന പാത്രം. അപ്പോൾ ആ 3 പാത്രത്തിലാണ് ഞാനിപ്പോൾ വട്ടയപ്പം ചെയ്യുന്നത്. അങ്ങനെ മൂന്നാമത്തെ സെറ്റ് അപ്പം ഞാനെടുത്ത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഇപ്പോൾ കഴുകാനായിട്ട് ഇവിടെ നമ്മൾ താളിച്ച പാത്രവും കുക്കറും മാത്രമേ ഉള്ളൂ. പിന്നെ ചോപ്പിംഗ് ബോർഡും കത്തിയും ഞാൻ ആദ്യമേ കഴുകിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അധികം പണികളൊന്നും ഇല്ലാത്തൊരു വെള്ളിയാഴ്ചയെന്ന് ഇല്ലാത്തൊരു വൈകുന്നേരമായിരുന്നു എന്ന്. ഇവിടെ പാത്രം കുറവുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പിരമിഡിനും ഇന്ന് വളരെ പൊക്കം കുറവായിരിക്കും. അതെന്തായാലും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് എന്നാ പരിപാടി തുടങ്ങാം. വളരെ ക്ഷമയോടെ ഓരോന്നും നമുക്ക് ഇളക്കി തുടങ്ങാം. അപ്പോൾ ആദ്യത്തേത് ഞാൻ പറഞ്ഞില്ലേ, മാവ് തീരെ കുറച്ച് ഒഴിച്ചുള്ളൂ എന്ന്. അത് ചെറുതായിട്ട് പാത്രം ഒന്ന് ചരിഞ്ഞിട്ട് അത് ഒരു സൈഡിൽ ഇച്ചിരി കട്ടിയായിട്ടും ഒരു സൈഡിൽ ഇച്ചിരി തിന്നായിട്ടും വന്നു. പക്ഷേ ടേസ്റ്റിൽ ഒരു ഒരു ചേഞ്ചും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ഇത്തിരി പുളി കൂടിയിട്ടുണ്ട്, കാരണം മാവ് ഇപ്പോൾ ഒരു ദിവസം കൂടെ ആയില്ലേ, പിന്നെ ഇത്ര നേരം വെളിയിലിരുന്നില്ല, അതുകൊണ്ട് ഒരിത്തിരി പുളി കൂടിയെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റായിരുന്നു, കാരണം കഴിച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ ഓഡിയോ ഒക്കെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ലിലിയമ്മച്ചി ഒഴിക്കുക, അമ്മച്ചി കലക്കിയ മാവായതുകൊണ്ട് അതേ കണക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇളക്കാൻ. ഈ രണ്ടാമതെടുത്തതിന് ചെറുതായിട്ട് ചൂട് വിട്ടിട്ടില്ലായിരുന്നു അതിൻ്റെ ഉള്ളിലായിട്ട്, എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തോണ്ടി അതും എടുത്തു. പാത്രം കഴുകാനുള്ളൊരു ത്വരമുണ്ട്. ഇവിടുത്തെ പണികളൊക്കെ ഒതുക്കിയിട്ട് കുക്കു സാറിനെ പഠിപ്പിച്ച് തുടങ്ങണം കേട്ടോ. നെക്സ്റ്റ് വീക്ക് അവൻ്റെ എക്സാം തുടങ്ങും. അതായത് 9th തുടങ്ങി 19th തീരും. 21st നമ്മുടെ ആദ്യ കുർബാന. അപ്പോൾ ഇനി പഠിപ്പിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ കിടന്ന് നല്ല ഓട്ടം ഓടണം. എക്സാമിൻ്റെ ടൈമിൽ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, പക്ഷേ അന്നേരം ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് തുടങ്ങും. ഇതേ നമ്മുടെ പിരമിഡ് ഏകദേശം ഇത്രയും പാത്രങ്ങളേ ഉള്ളൂ. ഇത് ലാസ്റ്റത്തെ. അപ്പം ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കാം. ഇപ്പം ഞാനൊരു 2 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ രാത്രി പഠിക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്നലെ തന്നെ ഞാൻ പ്രോമിസ് മേടിച്ച് വെച്ചിരുന്നു, ഇനി തൊട്ട് എല്ലാ ദിവസവും 8 മണിക്ക് പഠിക്കാനിരുന്നിട്ട് 9 മണിയാകുമ്പോഴത്തേക്ക് ഡിന്നറും കഴിച്ചിട്ട് ദേഹമൊക്കെ കഴുകി കിടക്കാമെന്ന്. അതുവരെ പുറത്തു പോയി കളിക്കാം. സ്കൂളിൽ നിന്ന് റിവിഷനാണ് സ്കൂളിലിപ്പോൾ നടക്കുന്നത്. അപ്പോൾ സ്കൂളിൽ തന്നെ റിവിഷൻ ടെസ്റ്റും 3 times എഴുതിക്കലും 5 times എഴുതിക്കലും പഠിപ്പിക്കലും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ഷെഡ്യൂൾ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഞങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് കമ്പ്യൂട്ടറിൽ നിന്നാണ് കേട്ടോ. ഇവൻ്റെ ടൈം ടേബിളിൽ ഏറ്റവും ലാസ്റ്റാണ് കമ്പ്യൂട്ടർ എക്സാം. അപ്പോൾ ഇനിയുള്ള 7 ദിവസം എൻ്റെ പ്ലാൻ ഇങ്ങനെ ഭയങ്കര പ്ലാനിങ് ആണല്ലോ. അപ്പോൾ 7 ദിവസം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോയാൽ കറക്റ്റ് ആദ്യത്തെ എക്സാമിൻ്റെ തലേന്ന് ഞങ്ങൾ ആദ്യത്തെ എക്സാം പഠിക്കേണ്ട ദിവസത്തിലേക്ക് എത്തും. അങ്ങനെ ഓരോന്നും റിവിഷൻ പഠിപ്പിച്ചാൽ മതിയല്ലോ. ഓരോന്നിൻ്റെയും റിവിഷൻ എടുത്ത് നല്ല രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ഹോംവർക്ക് നോക്കിയപ്പോൾ ഹോംവർക്കിൽ നാളെ മലയാളം റിവിഷൻ്റെ അകത്തുനിന്ന് ടെസ്റ്റ് റോമൻ നമ്പർ 1, 2 and 3 പഠിക്കാനുണ്ട്, ടെസ്റ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഉരസിയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെയാണ്, മലയാളം ഹിന്ദിയും പഠിച്ചാൽ ഞങ്ങൾ ഡിവോഴ്സായേ പിരിയത്തുള്ളൂ. അങ്ങനെ കരച്ചിലായി. പിന്നെ അലപ്പപ്പ വന്ന് എപ്പോൾ പഠിപ്പിക്കാനിരുത്തിയാലും ഇതാണല്ലോ എന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എപ്പോൾ പഠിപ്പിക്കാനിരുത്തിയാലും അവൻ കരയും, അതിന് ഞാനെന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവനെ കുറച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്തു. പഠിക്കുകയും കൂടെ വേണം, എപ്പോഴും ഈ ഫുട്ബോളും ഇതൊന്നും പോരാ, അങ്ങനെ പഠിച്ചില്ലെങ്കിൽ നാളെ തൊട്ട് പപ്പ കൂടെ ഫുട്ബോൾ കളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കരച്ചിലൊക്കെ കണ്ണീരൊക്കെ തുടച്ചിട്ട് തുടങ്ങുമ്പോഴേ ചോദിച്ചു തുടങ്ങും, ഇനി എത്ര എണ്ണം ഉണ്ടമ്മ, ഇങ്ങനെ ചോദിച്ചു ഇരിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നാന്ന് തോന്നുന്നു കേട്ടോ സാറിന്. ഞാൻ ഇതൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഇങ്ങ് പോരുന്നു. എന്തായാലും പഠിച്ചു. മലയാളത്തിൻ്റെ റോമൻ നമ്പർ 1, 2, 3 പഠിച്ചു. പിന്നെ കമ്പ്യൂട്ടറും കമ്പ്യൂട്ടറും GK ഒന്നും പ്രശ്നമില്ല, 25 മാർക്സിനേ ഉള്ളൂ. ബാക്കി സബ്ജക്ട്സും പ്രശ്നമില്ല. മലയാളം ഹിന്ദി ഒഴികെ ബാക്കി എല്ലാം ചെയ്തോളും. ഇപ്പോൾ വരെ മാത്സും എളുപ്പമാണ്, പക്ഷേ എനിക്കറിയാം 4th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ മാത്സും കിടന്ന് കട്ടയടിക്കും. എൻ്റെ അല്ലേ പുത്രൻ. ഇന്നത്തെ മർദ്ദനമുറകളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇനി ബാക്കി നാളെ പഠിപ്പിക്കുമ്പോൾ വീണ്ടും തുടരുന്നതായിരിക്കും. 2 പിച്ച് ഒരടിയൊക്കെ കിട്ടും, അതൊക്കെ സ്വാഭാവികം. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരോട് എനിക്കൊരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.